ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് എല്ലാ മേഖലയിലും, അതിപ്പോൾ ഒരു ജോബ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മണി മാറ്ററിലായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുന്നത്. ഈ പരിപാടി നമ്മൾ പണ്ട് ചെയ്തിരുന്നു, നിർത്തി കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിർത്തിപ്പോയതാണ്. നമ്മളീ പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് കാണുന്നുവോ ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് തീർച്ചയായിട്ടും റെസനേറ്റ് ആകുന്നതാണ്. വീഡിയോ തുറന്ന് കാണേണ്ട ഒരാവശ്യമില്ല. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. റീഡിങ് നമ്മൾ നെഗറ്റീവും പറയും, റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറുപടി ആയിരിക്കില്ല, കാർഡിൽ വരുന്നത് എന്താണോ അതാണ് പറയുന്നത്. ആശ്വസിപ്പിക്കുന്ന പരിപാടി ഇല്ല, നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഈ പറയുന്നത് മൊത്തത്തിൽ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഉള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. നേരെ റീഡിങ്ങിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ജോലിയിലാവാം, റിലേഷൻഷിപ്പിലാകാം, ചിലപ്പോൾ കുറച്ച് പണം കിട്ടിയിട്ടാകാം, കരിയറിലാകാം, ഏതൊരു തരത്തിലാണെങ്കിലും, ഹെൽത്തിലും ആവാം. നിങ്ങൾക്കൊരു സംതൃപ്തിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പണമൊക്കെ വരുന്നതായിരിക്കാം. നിങ്ങൾ ആഡംബരം കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ഔട്ടിങ് പോകാനുള്ള സാധ്യതകൾ. അങ്ങനെ നിങ്ങൾ നല്ലൊരു ഹാപ്പി ആയിരിക്കും. ഇതെല്ലാം കുറച്ച് പേർക്കായിരിക്കാം, കുറച്ച് പേർക്ക് ഇത് റെസനേറ്റ് ആകുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു വിട്ടേക്കുക, നെഗറ്റീവിനെ വെറുതെ പിടിക്കണ്ട. ഓക്കെ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, വളരെ നാളുകളായിട്ട് നിങ്ങളിപ്പോൾ ഒരു പ്രണയത്തിലാണ്, അതിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു ഔട്ടിങ് പോണതോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബ്രേക്കപ്പിലാണെങ്കിൽ അവരെ പറ്റി ആലോചിക്കുന്നതോ, അവരുടെ പഴയ മെസ്സേജ് നോക്കുന്നതോ, ഫോട്ടോ നോക്കുന്നതോ, അവരെ സ്വപ്നം കാണുന്നതോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, അത് ഈഗോ കൊണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂ ആവാം, ഫാമിലി, അങ്ങനെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും, ഇതുവരെ എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഒരു യൂണിയനിലേക്ക്, ഒരു പങ്കാളിത്തത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഞാനീ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നെനിക്കറിയില്ല, കാരണം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ഞാൻ മാക്സിമം ശബ്ദത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ളവരായിരിക്കാം, നിങ്ങളുടെ പണ്ടത്തെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ചെറിയ പടലപ്പിണക്കങ്ങളിലൂടെ പിണങ്ങിയിരിക്കുന്നവരായിരിക്കാം, എന്തോ ആവാം. അതൊക്കെ ഒന്ന് മാറുന്നതായിട്ട്, ഒരു വ്യത്യാസം വരുന്നതായിട്ട്, നിങ്ങളുടെ ഈ സന്തോഷമൊക്കെ വരുന്നത്, ചിലപ്പോൾ ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടും ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ലോട്ടറി അടിക്കുന്നതാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കുകൂട്ടലിനനുസരിച്ച് അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ശരിയാകുന്നുണ്ട്. അത് ജോലി സ്ഥലത്താകാം, ബന്ധങ്ങളിലാവാം, എവിടെയാണെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ. ഇപ്പോൾ ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു നമ്പർ, നിങ്ങൾ സ്ഥിരം എടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ നമ്പറൊക്കെ നോക്കി എടുക്കുന്നവരുണ്ട്. അങ്ങനെ അത്തരത്തിലാണെങ്കിൽ നിങ്ങളുടെ ആ കണക്കുകൂട്ടൽ ശരിയാവുന്നുണ്ട്. കുറേ പേരൊക്കെ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വേല ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തിനെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മറ്റു ചിലരിൽ പ്രതിഫലിച്ച് നിങ്ങൾക്ക് കാണാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ വീട്ടിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ മറ്റ് കൂട്ടുകാരോടുള്ള പാർട്ടികളിൽ നിങ്ങൾക്കൊരു സന്തോഷം, ആഘോഷം, സമൂഹമായിട്ടൊക്കെ ഒന്ന് ഇഴുകി ചേരുന്നത്, ചിലപ്പോൾ പടം കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, കറങ്ങാൻ പോകുന്നത്, അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി കാണുന്നത്, ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ്സ്, ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. കുറച്ച് പേർക്കൊക്കെ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർ ആ സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അതിൽ നിന്ന് അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. ഇനി ആ വ്യക്തി തിരിച്ചു വരുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അവർ പോയതിൻ്റെ ഒരു വിഷമമായിരിക്കാം, ഒരു ശൂന്യതയായിരിക്കാം. കുറച്ച് പേർക്ക് ഹെൽത്ത് സംബന്ധമായിട്ട്, മൂക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
നിങ്ങൾക്കിപ്പോൾ ഒരു പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ആരൊക്കെയോ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അത് നിങ്ങളുടെ പ്രശ്നങ്ങളാകാം, ഫാമിലി ആകാം, മറ്റെന്തും ആവാം. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഏതൊരു പണസംബന്ധമാണെങ്കിലും ജോലിയിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഏതൊരവസ്ഥയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളിലേക്ക് എന്തായാലും വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം അത്തരത്തിൽ ചാരിറ്റിയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതൊരു പ്രണയമാണെങ്കിലും എന്തൊരു നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജോലിയിലാണെങ്കിലും എന്തിലും ഞാനിങ്ങനെ എപ്പോഴും എടുത്തു പറയുന്നില്ല, നമ്മൾ മൊത്തത്തിലുള്ള നിങ്ങളുടെ എനർജീനെയാണ് നോക്കുന്നത്. ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മൾ പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ വളരെ വ്യത്യാസങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ എന്തിലാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാവാം, ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാകാം. അപ്പം അതിനെയൊക്കെ എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സെൽഫ് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനെ ചെയ്യാം. നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടെങ്കിൽ മറ്റു പലരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിക്കാം. അറിയാവുന്നവരോട് ചോദിക്കാം, നിങ്ങൾക്കൊരു സഹായം തേടാം, അവർ പറയുന്നത് കേൾക്കാം. പക്ഷേ ഫൈനലായിട്ടുള്ള തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ പോയിട്ട് മാത്രമേ നമുക്കൊരു കാര്യമുള്ളൂ. കാരണം നമ്മൾ ഒരാൾ പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, ഇതെല്ലാം നമ്മൾ കേൾക്കുന്നത് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതിനെയൊക്കെ മാറ്റുക, മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ പോവുക. നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം എന്നല്ല, എപ്പോഴും നിങ്ങളെ ഇൻസെക്യൂരിറ്റീസിനെ മാറ്റുക. ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിൽ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താ പറയുക, നല്ലൊരു നമ്മൾ ആ കറക്റ്റ് പാതയിലേക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് വരുന്ന എന്തൊരു പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിലും റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടാകാം, അറിയാതെയാകാം, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളിൽ ചിന്തിച്ചാൽ അറിയാം. ഒരു പക്ഷേ നിങ്ങളൊരു പ്രണയത്തിൽ നിന്ന് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇതിന് സാധിക്കും. നിങ്ങളാണ് നിങ്ങളുടെ എനർജീനെ ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങളതിൽ തീരുമാനം എടുത്ത് നിങ്ങളുടെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് അറിഞ്ഞു അറിയാതെ തന്നെ വരുന്നുണ്ടെന്ന് മാത്രം വിശ്വസിക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത്, ഇപ്പം ടാരറ്റ് പറയുന്നത് സാധ്യതകളെയാണ് പറയുന്നത്. ഇപ്പം എനിക്ക് മുൻകൂട്ടി ഒരു കാര്യം അറിയാം. ഇന്നിപ്പോൾ ഒരു പക്ഷെ ഞാൻ ഇത്തരം ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അതിൽ പറയുന്നുണ്ട് അപകടത്തിന് സാധ്യതയുണ്ട്. അതിപ്പോൾ ഇത് എന്നല്ല, ഒരു ആസ്ട്രോളജി ആണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ നോക്കി പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കും. വഴക്കും മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളായിട്ടൊരു പ്രശ്നത്തിന് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ പ്രതികരിക്കണ്ട, മിണ്ടാതിരിക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. സംസാരിക്കണം, പറയണം, പറയേണ്ടത് പറയണം, 2 വട്ടം ആലോചിച്ചിട്ട് പറയണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്തരത്തിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു കരിയർ എന്നല്ല, റിലേഷൻഷിപ്പ് എന്നല്ല, എന്തും നിങ്ങൾക്ക് മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ട്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇത് കേട്ടിട്ട് അയ്യോ അയാൾ പറഞ്ഞ പോലെ എന്നിലേക്ക് ആ വ്യക്തി വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പൂർണ്ണമായിട്ട് പങ്കാളിത്തത്തിലേക്കുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. ചിലപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ മിണ്ടാതെ ഇരുന്നിട്ട് ഫുള്ള് ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചേക്കായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ വ്യക്തിയെ ബന്ധപ്പെടുന്നുണ്ടാകാം. ചിലപ്പോൾ ഇന്നത്തെ അവരുടെ എനർജി നല്ലതായിരിക്കാം, അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ളൊരു ടൈമിലായിരിക്കാം. ആ സമയത്ത് അങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഈ മാറ്റങ്ങൾ വരുന്നത്. ഇത് ഇന്ന് തന്നെ സംഭവിക്കുന്നു എന്നല്ല. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ അത്തരത്തിൽ ഒരു മുൻകൈ എടുക്കുന്നതിനോട് കൂടിയായിരിക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അത് വരേണ്ട സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഓക്കെ, ഇന്ന് വന്നില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെയല്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക, സെൽഫ് ലവ് ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അത്തരത്തിൽ ചെയ്തു പോവുക. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. എല്ലാം വാക്കുകൾ കൊണ്ടും ഇങ്ങനെ ഉണ്ടാവും. ഒരുമിച്ച് കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം. അകലെ ആയിരിക്കുമ്പോൾ അതില്ല, എല്ലാം വാക്കുകളിൽ മാത്രമേ ഒതുങ്ങുള്ളൂ എന്ന് വിശ്വസിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ എടുക്കുന്ന നല്ല തീരുമാനങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് പോവുക. ഓക്കെ, അത്തരത്തിലാണ് പോകേണ്ടത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം. മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളനുസരിച്ച് നിങ്ങളൊന്ന് പെരുമാറാൻ നോക്കാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തമാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അന്നത്തെ ദിവസമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കളയുക. ഇന്നിപ്പോഴത്തെ റീഡിങ്ങിൽ കൂടുതൽ പോസിറ്റീവ് തന്നെയാണ്, അതിൽ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അംഗീകരിക്കാൻ തോന്നുന്നുണ്ടാവും. അത് നെഗറ്റീവ് ആണെങ്കിൽ അംഗീകരിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നെഗറ്റീവുകളെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരാളെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്താലും, എന്ത് വായിൽ വെക്കാൻ പറ്റാത്ത ഫുഡ് ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ട്, സൂപ്പറാണ് എന്നല്ല നമ്മൾ പറയേണ്ടത്. അതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നാണ് പറയേണ്ടത്. അത് ഒരു വട്ടം പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് വിഷമം ഉണ്ടാവാം. അവർ രുചിച്ച് നോക്കുമ്പോൾ അവർക്ക് ആ കുഴപ്പത്തിന് മനസ്സിലാകുന്നുണ്ടാകാം. നെക്സ്റ്റ് ടൈമിൽ അവരത് ചെയ്യുമ്പോൾ അതിനൊക്കെ വൃത്തിയായി ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കൂടെ പോട്ടെ എല്ലാം ശരിയാവും സെറ്റാവും എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളുടെ കൂടെ നിന്നാൽ നിങ്ങൾ ഒരിക്കലും വലുതാവില്ല. നിങ്ങളെ വിമർശിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വലുതാവുള്ളൂ എന്നൊരു കാര്യത്തിന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് മുഴുവനായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തീരുമാനം എടുക്കുന്നത് അതിനനുസരിച്ച് പോവുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ റീഡിങ്. അടുത്ത റീഡിംഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.